ഒരു രാജ്യത്തിന്റെ ഉറക്കം കെടുത്തിയിട്ടുള്ള കുറച്ച് ചൊണക്കുട്ടികളുടെ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. സ്വന്തം രാജ്യത്ത് നടക്കുന്ന അനീതിക്കെതിരെ തങ്ങളാൽ കഴിയും വിധം നീതി തിരിച്ചു കിട്ടാൻ വേണ്ടി, നീതി ലഭിക്കേണ്ട ജനങ്ങൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത ആ കൂട്ടരെ ജനങ്ങൾ വിളിച്ച പേരാണ് ഐക്രൂ എന്ന്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഹാക്കേഴ്സിനെ കുറിച്ചാണ്. ഞാൻ ഷാനവാസ് ജലാൽ. വെൽക്കം ടു ഷാനൂസ് വൈബ്സ്. നെഞ്ചിൽ തുടികൊള്ളും ഒരു ശബ്ദം, ഹിന്ദുസ്ഥാൻ, കാശ്മീരും പഞ്ചാബ്. ഒരു എപ്പിസോഡിൽ ഇത് പറഞ്ഞു തീർക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ എന്റെ മാക്സിമം ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് അവരെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഞാൻ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി അവരുടെ വിശേഷങ്ങൾ ചെയ്യുന്നതായിരിക്കും. വിശേഷങ്ങൾ ഒരുപാടുണ്ട് അവരെ കുറിച്ച് പറയാൻ. ഇന്ത്യയിലെ ഒരു സൈനികന് എന്തെങ്കിലും സംഭവിച്ചാൽ പാകിസ്ഥാൻ സൈറ്റുകൾ ആക്രമിക്കുക, പാകിസ്ഥാൻ സൈറ്റുകളിൽ ഇന്ത്യക്കാരുടെ കരുത്തറിയിക്കുക തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് മാധ്യമ ശ്രദ്ധ ആകർഷിച്ച ഒരു ടീം തന്നെയാണ് ഐക്രൂ എന്ന. Technical community, especially hackers, they probably decided to take the revenge in their own way by hacking Pakistani websites. And these 50 websites which have been hacked is not an easy thing. To hack a website, you have to do months of information gathering about that website. തന്റെ ഫോട്ടോയും ഫോൺ നമ്പരും ഏതോ ഒരു വെബ്സൈറ്റിൽ നൽകിയിട്ട് അവിടെ നിന്നും നിരന്തരമായിട്ട് അശ്ലീല ചുവയുള്ള വോയിസ് കോളുകളും അതുപോലെ തന്നെ മെസ്സേജുകളും ഒക്കെ എത്തിയപ്പോൾ തന്റെ ജീവൻ രക്ഷിക്കണമെന്ന് പറഞ്ഞ് സൈബർ സെല്ലിനെ സഹായിച്ച ഒരു പെൺകുട്ടിയുണ്ട്. അവസാനം സൈബർ സെല്ല് പോലും കൈയൊഴിഞ്ഞപ്പോൾ ലാസ്റ്റ് എന്താണ് ഒരു പിടിവള്ളി എന്നറിയാതെ ഐക്രൂവിലേക്ക് അയച്ച ഒരു മെസ്സേജ് ആ പെൺകുട്ടിയുടെ ജീവിതം തിരിച്ചു പിടിച്ച കഥയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്.
ഹാക്കിംഗ് ഒരിക്കലും നല്ല ഒരു കാര്യമാണെന്ന് ഞാൻ പറയില്ല. നിയമപരമായി ഇത് ഒരുപാട് ശിക്ഷകൾ കിട്ടേണ്ട ഒരു കേസുമാണ്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്രത്തോളം ഫേസ്ബുക്കിൽ സ്വീകാര്യത എന്ന് നമ്മൾ തിരക്കി പോകുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്ന 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. നമ്മളുടെ സൈബർ സെല്ലിനെ കൊണ്ട് കഴിയാത്ത പല കാര്യങ്ങളും ഇവരെ കൊണ്ട് കഴിയും എന്നുള്ള വിശ്വാസമാണ് ഒന്നാമത്. രണ്ടാമത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആര് പരാതിയുമായി വന്നാലും സ്വന്തം പെങ്ങന്മാരെ പോലെ അല്ലെങ്കിൽ സ്വന്തം സഹോദരന്മാരെ പോലെ ചേർത്ത് നിർത്തി അവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഫേസ്ബുക്കിൽ ഇതിനകം 10,000 ഫോളോവേഴ്സ് തികച്ച അവരുടെ FB പേജിലൂടെ ആര് കംപ്ലൈന്റ് ചെയ്താലും അവരെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം അവർ ചെയ്തു കൊടുക്കാറുണ്ട്. ഇതിനേക്കാളൊക്കെ അവർക്ക് സല്യൂട്ട് എന്ന് വേണ്ടി കൊടുക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആദിവാസി കോളനികളിലെ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ആരംഭത്തിൽ തന്നെ അവരാൽ കഴിയുന്ന രീതിയിൽ സ്കൂൾ ബാഗുകളും കുടകളും മറ്റും എത്തിച്ച് ഇതിനകം തന്നെ ഒരുപാട് ജനഹൃദയങ്ങളിൽ സ്ഥാനം ഉറപ്പിക്കുകയും ഒരുപാട് കൈയടികൾ നേടിക്കൊടുത്ത ഒരു സംഭവം തന്നെയാണ്. പറഞ്ഞതുപോലെ തന്നെ ഒരു എപ്പിസോഡ് കൊണ്ട് അവരുടെ വിശേഷങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അത്രത്തോളം വിശേഷങ്ങളുണ്ട്, അത്രത്തോളം കാര്യങ്ങൾ അവർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അവരെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനടിയിൽ കമന്റ് ചെയ്യുക. ഞാൻ കൂടുതൽ വീഡിയോസ് അവരുടെ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മറ്റൊരു ദിവസം പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ. Subscribe now and press the bell icon. Never miss an update.